പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പ്രതിരോധ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥനും ഇപ്പോൾ റഷ്യ സന്ദർശനത്തിലാണ്. ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്ന സന്ദർശനത്തിൽ റഷ്യയുമായി വമ്പൻ പ്രതിരോധ കരാറിന് ഇന്ത്യ തയ്യാറെടുക്കുന്നുവെന്നാണ്. മോസ്കോയും ന്യൂഡൽഹിയും തമ്മിലുള്ള ഒരു മെഗാ പ്രതിരോധ കരാറിനെക്കുറിച്ചുള്ള ചർച്ചകൾ വലിയ തോതിൽ പുരോഗമിക്കുകയാണെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ടും ചെയ്തിരുന്നു. $4 ബില്യൺ ഇടപാട് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വലിയ ഉത്തേജനമാണ് നൽകുന്നത്. വിമാനവിരുദ്ധ മിസൈൽ സംവിധാനങ്ങളും റാഡറുകളും നിർമ്മിക്കുന്നതിനുള്ള സ്പെഷ്യലിസ്റ്റ് സംഘടനയായ റഷ്യയിലെ അൽമാസാൻഡ് കോർപ്പറേഷൻ നിർമ്മിക്കുന്ന ന്യൂനത വൊറോനേഷ് സീരീസ് റാഡർ ഇന്ത്യയിൽ എത്തിക്കാനുള്ള ചർച്ച ഇതിന്റെ ഭാഗമായിട്ടാണ് നടക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്തെന്നാൽ 8000 കിലോമീറ്ററിലധികം ഭൂപരിധിയുള്ള ദീർഘദൂര മുൻകൂർ മുന്നറിയിപ്പ് റാഡർ സംവിധാനമാണ്. വൊറോനേഷ് റാഡർ ബാലിസ്റ്റിക് മിസൈലുകൾ, യുദ്ധവിമാനങ്ങൾ, ICBMകൾ തുടങ്ങിയവ ഭീഷണികൾ തിരിച്ചറിയാനും ട്രാക്ക് ചെയ്യാനും കഴിയുമെന്നതാണ്. കൂടാതെ ഇന്ത്യ ഈ ന്യൂനത റാഡർ സംവിധാനം നേടുകയാണെങ്കിൽ ചൈനയിലും തെക്കൻ മധ്യേഷ്യയിലും ഇന്ത്യ മഹാസമുദ്രത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിൽ നിന്നുമുള്ള ഭീഷണികൾ കണ്ടെത്താനും കഴിയും. കൂടാതെ വൊറോനേഷ് റാഡറിന് ഒരേ സമയം 500-ലധികം വസ്തുക്കളെ കണ്ടെത്താൻ കഴിയും. മൊത്തത്തിലുള്ള ശ്രേണി 10,000 കിലോമീറ്റർ വരെ പോകാമെങ്കിലും ലംബമായ പരിധി 8,000 കിലോമീറ്റർ വരെയായിരിക്കും. ചക്രവാള പരിധി എന്നത് 6,000 കിലോമീറ്ററിൽ കൂടുതലാണ്. റഷ്യ പ്രധാനമായും അവകാശപ്പെടുന്നത് സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ട്രാക്ക് ചെയ്യാൻ പോലും വൊറോനേഷ് റാഡർ സംവിധാനത്തിന് കഴിയുമെന്നാണ്. ഇതിന് ICBMകളെ കുറിച്ചുള്ള പൂർണ്ണമായ ഡേറ്റയും ബഹിരാകാശത്ത് ഭൂമിക്ക് സമീപമുള്ള വസ്തുക്കളെക്കുറിച്ചുള്ള ധാരണയും നൽകാൻ കഴിയും. മോസ്കോയും ന്യൂഡൽഹിയും തമ്മിൽ കുറച്ചു നാളുകളായി ഇതിനുവേണ്ടിയുള്ള ചർച്ചകൾ വളരെയധികം നടക്കുന്നുണ്ട്. കഴിഞ്ഞ മാസം അൽമാസ് ആൻഡിയിൽ നിന്നുള്ള ഒരു സംഘം ഇന്ത്യ സന്ദർശിക്കുകയും ചെയ്യുകയുണ്ടായി. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ റാഡർ സംവിധാനത്തിന്റെ 60% തദ്ദേശീയമായി നിർമ്മിക്കാനുള്ള ആലോചനകളാണ് നിലനിൽക്കുന്നത്. ഈ കരാർ അന്തിമമായ തീരുമാനത്തിൽ എത്തിയാൽ ന്യൂനത റാഡർ സംവിധാനം കർണാടകയിലെ ചിത്രദുർഗ ജില്ലയിലായിരിക്കും പ്രധാനമായും സ്ഥാപിക്കുന്നത്. അതിനാവശ്യമുള്ള സ്ഥലം സർവേ നടത്തിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുമുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ന്യൂനതും അതീവ രഹസ്യവുമായ പ്രതിരോധ ബഹിരാകാശ സൗകര്യങ്ങൾ ഇതിനോടകം തന്നെ ചിത്രദുർഗയിൽ നിലനിൽക്കുന്നുണ്ട്. അതിനാലാണ് വൊറോനേഷിനെയും ഇവിടെ പ്രധാനമായും എത്തിക്കുന്നത്. റാഡർ സംവിധാനം ഏറ്റെടുത്താൽ ഏഷ്യയിലും ഇന്ത്യയിലെ മഹാസമുദ്ര മേഖലയിലും ഇന്ത്യയിലെ നിരീക്ഷണശേഷി ഗണ്യമായി മെച്ചപ്പെടുകയും ചെയ്യും. പ്രാദേശികവും ആഗോളമായ വെല്ലുവിളികൾക്കിടയിൽ ഇന്ത്യയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി വ്യോമ പ്രതിരോധ അടിസ്ഥാന സൗകര്യങ്ങളും ഇത് കാര്യമായി വർദ്ധിപ്പിക്കും.